സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരും. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നു വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം എങ്ങനെയായിരിക്കും, എവിടെയൊക്കെയാണ് മുൻകരുതലുകൾ വേണ്ടത്, മുന്നറിയിപ്പുകൾ എന്തൊക്കെ? ഗോകുല, സംസ്ഥാനത്ത് തുലാവർഷം കനത്തു തന്നെ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിൽ വ്യക്തമാക്കുന്നു. അടുത്ത 5 ദിവസവും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്നാകട്ടെ സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത, അല്ലെങ്കിൽ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നു എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 6 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത്. ബാക്കി 8 ജില്ലകളിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. നാളെ 12 ജില്ലകളിൽ, ഗോകുൽ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 12 ജില്ലകളിൽ നാളെ മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ തന്നെ എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടുക്കിയിലും എറണാകുളത്തും നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം മഴ കനക്കാനാണ് സാധ്യത. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും കൂടി സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ജാഗ്രത തുടരണം. ഇടുക്കി പോലുള്ള മലയോര മേഖലയിൽ കർശനമായ ജാഗ്രത തുടരേണ്ടതുണ്ട്. കാരണം അങ്ങേയറ്റം പരിസ്ഥിതി ലോലമായ പ്രദേശങ്ങളിൽ കൂടുതലായി മഴ കഴിഞ്ഞ ദിവസങ്ങളായി ലഭിക്കുന്ന സാഹചര്യം ഇടുക്കിയെ സംബന്ധിച്ചുണ്ട്. പലയിടങ്ങളിലും ഇടുക്കിയിൽ മഴക്കെടുതി രൂക്ഷമാണ്. അതിനാൽ ഈ മണിക്കൂറുകളിലും ഇടുക്കിയിൽ ജാഗ്രത തുടരണം. കാരണം രാത്രിയൊക്കെ ഇടുക്കിയിൽ കാര്യമായി തന്നെ മഴ തുടരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു. അടുത്ത ദിവസങ്ങളിലും യെല്ലോ അലർട്ട് അടക്കമുള്ള മഴ മുന്നറിയിപ്പുകൾ വിവിധ ജില്ലകൾക്ക് നൽകിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാന കാരണമായി പറയുന്നത് അറബിക്കടലിൽ ഒരു ന്യൂനമർദ്ദം നിലനിൽക്കുന്നു. അടുത്ത മണിക്കൂറുകളിൽ അത് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും. അതിന്റെ സ്വാധീനം സംസ്ഥാനത്തുണ്ട്. കേരള, കർണാടക തീരത്തിന് സമീപം അത് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ഒരു ന്യൂനമർദ്ദ സാധ്യത കൂടിയുണ്ട്. ഇതാണ് സംസ്ഥാനത്ത് തുലാവർഷം സജീവമാക്കാൻ കാരണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. കാരണം കടലിൽ മണിക്കൂറിൽ പരമാവധി 55 കിലോമീറ്റർ വരെ വേഗതയിലെ ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിശദമായി മഴ മുന്നറിയിപ്പ് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.